ഹായ്, ഇന്ന് നമുക്ക് തിരുവനന്തപുരം സദ്യക്ക് വിളമ്പുന്ന പരിപ്പ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ സ്ഥലങ്ങളിലും സദ്യക്ക് കട്ടിപ്പരിപ്പല്ല വിളമ്പുന്നത്. തിരുവനന്തപുരം സ്റ്റൈൽ സദ്യക്ക് ചോറിനോടൊപ്പം ആദ്യം പരിപ്പ് കറിയും നെയ്യുമാണ് വിളമ്പുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇതിന്. 6 മാസം കഴിഞ്ഞ് കുഞ്ഞു വാവകൾക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ചെറുപയർ പരിപ്പ് 1/2 കപ്പ്, വെള്ളം 2 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, തേങ്ങ 1/2 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 1, മുളക് പൊടി 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1/2 ടീസ്പൂൺ, നെയ്യ് 1/2 ടേബിൾ സ്പൂൺ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ചെറുപയർ പരിപ്പ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ മൂങ് ദാൽ എന്നായിരിക്കും എഴുതിയിരിക്കുന്നതിൽ. ഞാനിവിടെ 2ആയിട്ട് പിളർന്നിട്ടുള്ള ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത്. മുഴുവനായിട്ടുള്ളത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ സാധാരണ ചട്ടിയിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് എണ്ണ ചേർത്താലും കുഴപ്പമില്ല, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇത് വറുത്തിട്ട് വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. കഴുകിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കരുത്. ഇപ്പം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇരട്ടിയിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം വേണ്ടി വരും. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ഗ്ലാസ്സിന് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ 1 ഗ്ലാസ്സാണ് ചെറുപയർ പരിപ്പ് എടുക്കുന്നതെങ്കിൽ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചോളൂ. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെ ചേർത്തോളൂ, വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഞാനൊരു 5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാൻ പോവാണ്. എൻ്റെ പ്രഷർ കുക്കറിൽ പെട്ടെന്ന് വിസിൽ വരും. കുറച്ച് കൂടുതൽ വിസിൽ വേണം നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പ്രഷർ കുക്കറിൻ്റെ വേവനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം മാറ്റാം. കുറച്ച് കൂടുതൽ വിസിൽ വെച്ചാൽ കുഴപ്പമില്ല. ഇത് നല്ലപോലെ വെന്ത് വരണം. ഇനി അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് തേങ്ങ മിക്സിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി തന്നെ ചേർക്കണം, പച്ചമുളക് ചേർക്കരുത്. പച്ചമുളക് ചേർത്താൽ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, സാധാരണ ചേർക്കാറില്ല. കുറച്ച് എരിവ് തോന്നണമെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. കാരണം നമ്മൾ പരിപ്പ് വെന്ത് വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കാണും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. ഇപ്പം ആവിയൊക്കെ പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. പരിപ്പ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇളക്കി യോജിപ്പിക്കുക. എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണമെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ചെറു തീയിലിട്ടിട്ട് തിളയ്ക്കുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലപോലെ തിളപ്പിക്കണ്ട. വെട്ടി തിളപ്പിച്ചാൽ പരിപ്പ് കറി പിരിഞ്ഞ് കിടക്കും. അപ്പോൾ തിള വരുമ്പോൾ നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ചോറും ഈ പരിപ്പ് കറിയും നെയ്യും പപ്പടവും ചേർത്ത് കൊടുത്താൽ ഏത് വാവകളും ചോറ് കഴിക്കും.
നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ പിന്നെയും ഉണ്ടാക്കും. ഇത് ചോറിനോട് മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.